ടെസ്ലയെയും അതിന്റെ ബുദ്ധി കേന്ദ്രമായ ഇലോൺ മസ്കിനെയും കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. വെൽക്കം ടു ഓട്ടോ ബ്രാൻഡ്. നമുക്കറിയാം, മസ്കിനെ ബിസിനസ്സുകാരനായി ലോകം അംഗീകരിക്കാൻ ആരംഭിച്ചിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. ഇലോൺ മസ്ക് എന്ന വ്യക്തിയുടെ ബുദ്ധിയും സാമർത്ഥ്യവും കഠിനാധ്വാനമാണ് ടെസ്ല ഇന്ന് കാണുന്ന ടെസ്ലയായി മാറ്റിയത്. 2004 മസ്ക് തന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും ടെസ്ല എന്ന ഇലക്ട്രിക് കാർ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. അന്ന് കമ്പനി അത്ര നല്ല നിലയിലായിരുന്നില്ല. പക്ഷേ മസ്ക് അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തു. 2008 സാമ്പത്തിക മാന്ദ്യത്തിൽ കമ്പനി തകർന്നടിഞ്ഞു. പിന്നോട്ടില്ലെന്ന ഉറച്ച വാശിയിൽ ആ വർഷം തന്നെ ഒറ്റ ചാർജിൽ 320 കിലോമീറ്റർ സഞ്ചരിക്കാവുന്ന റോഡ്സ്റ്റർ കാർ പുറത്തിറക്കി കമ്പനി വീണ്ടും ഉയർന്നു. വാടക കൊടുക്കാൻ വരെ ബുദ്ധിമുട്ടിയിരുന്ന കാലത്തു നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നതയിലേക്ക് മസ്ക് നടന്നു തുടങ്ങി. തളരാത്ത മനസ്സും കഠിനാധ്വാനമായിരുന്നു കൈമുതൽ. അക്കാലത്ത് 20 മുതൽ 22 മണിക്കൂർ വരെ ജോലി ചെയ്തിരുന്നതായി മസ്ക് പറഞ്ഞിട്ടുണ്ട്. 2018 ടെസ്ല തന്റെ അടുത്ത പ്രതിസന്ധി നേരിടുന്നത്. റോക്കറ്റ് സാങ്കേതികവിദ്യയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നതിൽ മസ്കിന്റെ സ്പേസ് എക്സ് വിജയിച്ചതിന്റെ പിന്നാലെയാണ് ടെസ്ലയിൽ നിന്നും ഏറെ നിരാശപ്പെടുത്തിയ വാർത്തയാണ് കേൾക്കേണ്ടി വന്നത്. കേവലം 3 മാസം കൊണ്ട് ടെസ്ലയ്ക്ക് അന്ന് $71.75 കോടി നഷ്ടം സംഭവിച്ചു. ആവശ്യത്തിനനുസരിച്ച് കാറുകൾ നിർമ്മിക്കാത്തതിനെ തുടർന്നാണ് കമ്പനി വലിയൊരു പ്രതിസന്ധിയിലെത്തിയത്. ആഴ്ചയിൽ 5000 കാറുകളായിരുന്നു ലക്ഷ്യമെങ്കിലും 2017 ടെസ്ല നിർമ്മിച്ച മൊത്തം കാറുകളുടെ എണ്ണം 1000-ഓളം മാത്രമായിരുന്നു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ കമ്പനി എന്നേക്കുമായി പൂട്ടേണ്ടി വരും. തങ്ങൾക്ക് ബഹിരാകാശത്തേക്ക് കാർ അയക്കാൻ കഴിയുമെങ്കിലും നിലവിലെ പ്രതിസന്ധി പെട്ടെന്ന് മറികടക്കാനും കഴിയുമെന്ന് മസ്ക് അന്നേ തന്നെ പറഞ്ഞിരുന്നു. ആ വിശ്വാസമാണ് പിന്നീട് മസ്ക് നടപ്പിലാക്കി കാണിച്ചത്. വൻ പ്രതിസന്ധികളെല്ലാം പതിയെ തരണം ചെയ്ത ടെസ്ലയ്ക്ക് മോഡൽ 3 കാറുകളുടെ നിർമ്മാണം ലക്ഷ്യം തൊടാൻ കഴിഞ്ഞു. അതും ആ വർഷം തന്നെ. 2023 ഓഗസ്റ്റ് ഓട്ടോമോട്ടീവ് വ്യവസായത്തിലെ ഒരു സവിശേഷമായ സമയമായി അടയാളപ്പെടുത്തുന്നു. കാരണം ഓൾ ഇലക്ട്രിക് കാറായ ടെസ്ല മോഡൽ Y 160-ലധികം രാജ്യങ്ങളിൽ വിറ്റഴിക്കപ്പെട്ടത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന കാറായി മാറി. കൂടാതെ തന്ത്രപരമായി വില കുറച്ച് വിൽപ്പനയെ വർദ്ധിപ്പിച്ചു. 2023 നവംബർ വരെ ടെസ്ല 6 വാഹന മോഡലുകളാണ് വിൽപ്പന ചെയ്തത്. ടെസ്ലയിലെ മോഡൽ S ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത് ഇതിനാണ്. 651 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നത്. മോഡൽ X, മോഡൽ 3, മോഡൽ Y, ടെസ്ല സെമി, സൈബർ ട്രക്ക്, ടെസ്ലയുടെ ആദ്യ വാഹനമായ ടെസ്ല റോഡ്സ്റ്റർ ഇനി വിൽക്കില്ല എന്ന വിവരമാണ് കേൾക്കുന്നത്. 2ാം തലമുറ റോഡ്സ്റ്ററായി ടെസ്ലയ്ക്ക് പദ്ധതിയുമുണ്ട്. ഇന്ത്യയിൽ വരാനിരിക്കുന്ന 5 മോഡലുകൾക്കൊപ്പം ടെസ്ല ഇന്ത്യയിൽ നിരവധി കാറുകൾ വാഗ്ദാനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരാനിരിക്കുന്ന 5 മോഡലുകളിൽ മോഡൽ 3, മോഡൽ S, മോഡൽ Y, മോഡൽ X, മോഡൽ 2 എന്നിവ 2024 ഇന്ത്യയിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് കേൾക്കുന്നത്.